Hi, Hi, so this is me Adina. it's me Adar Manoj. This is my brother. It's my sister. Yeah, we are siblings to be honest. So we are here to talk about our election Okay. 2026. എന്താണ് എനിക്ക് ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത് 2026 ഇലക്ഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പോയി വോട്ട് ചെയ്തു. രാവിലെ തന്നെ വോട്ട് ചെയ്തതിന് കാരണം ഇപ്പോൾ ഒരാളെ വിചാരമുണ്ട് വോട്ട് ചെയ്യണ്ട, വോട്ട് ചെയ്യുന്നത് എന്തിനാ, നമ്മളൊരു വോട്ട് ഉണ്ടെങ്കിൽ കാര്യമുണ്ടോ, നിങ്ങൾക്ക് മാറ്റമുണ്ടോ, അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ശരിക്കും മാറ്റമുണ്ടോ? ശരിക്കും മാറ്റമുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ ചിന്തിച്ച് നമ്മൾ ശരിക്കും വോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മളെ പാർട്ടി അതെല്ലാം നോക്കി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ്. കാരണം അവർ വന്ന് നമുക്ക് അതിന് മാറ്റം ഉണ്ടാകുമോ നമ്മൾ 5 കൊല്ലത്തേക്കുള്ള നമ്മുടെ ഭാവിയ നമ്മൾ ഈ ഒറ്റ ഒരു വോട്ട് കൊണ്ട് ചെയ്യുന്നത്. സോ നമ്മൾ വൈസായിട്ട് വേണം ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ വൈസായിട്ട് എല്ലാവരും ചോയ്സ് എടുത്തിട്ട് വേഗം പോയി വോട്ട് കണ്ടവരുടെ ചെയ്യുക. ഇൻഫ്ലുവൻസിലും കണ്ട സെലിബ്രിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പോയി വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് ഇറ്റ്സ് അബൌട്ട് അവർ ഫ്യൂച്ചർ, റൈറ്റ്? ഇനി ആർക്ക് വോട്ട് ചെയ്തത് പറയാൻ പറ്റും? ഇല്ല, സോറി, അത് നമ്മളുടെ അവകാശമാണ്. നമ്മൾ ആരോട് പറഞ്ഞ് ഇങ്ങനെ കളിക്കേണ്ട ആവശ്യം. ഇപ്പൊ നമ്മൾ ആരൊക്കെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തന്നെ പോയി വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് അറിയാം ഇപ്പൊ 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് എന്തൊക്കെ ഇവിടെ നടന്നു. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം? യു കെൻ ഗോ ഫോർ ദാറ്റ്. അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണമെങ്കിൽ അതും ചെയ്യാം. അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ആൾക്കാർ വരണം ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പക്ഷെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും വേണം. വേണം. ബിക്കോസ് ഇറ്റ്സ് അവർ ഫ്യൂച്ചർ. ഒരിക്കൽ വന്നാൽ പിന്നെ പോകും നമുക്കറിയത്തില്ല. അത്ര നമുക്ക് ഇപ്പൊ ഇതിനെ പറ്റി സംസാരിക്കാനുള്ളൂ. 2026 ഇലക്ഷനെ സംസാരിക്കാനുള്ളൂ. സോ ലെറ്റ്സ് മൈൻഡ്. എല്ലാവരും പോയി വേഗം വോട്ട് ചെയ്യൂ. വോട്ട് ചെയ്യൂ. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.